വിഘ്നേശ്വരനെ സ്മരിച്ചുകൊണ്ട് അണിയറ ഉണരുകയായി. ഗണപതിക്ക് നേദിച്ച ശേഷം ദാരികന ചുട്ടികുത്താൻ ആരംഭിക്കുന്നു. ചായല്യം, മനയോല, കട്ടനീലം, മഷി ഇതൊക്കെ ആയിരുന്നു പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അത് കൊണ്ടു നടക്കാനും കിട്ടാനും പ്രയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇപ്പൊ ചായങ്ങളിലേക്ക് മാറി. പച്ചരിയും ചുണ്ണാമ്പും കൂടെ ചേർന്നിട്ടാണ് കിട്ടിയത്. അത് കണക്കുണ്ട്, പൊള്ളും, കണക്ക് തെറ്റിയ പൊള്ളും. പച്ചരിയുടെ 1/3 ചുണ്ണാമ്പ് അരച്ച് അത് ഉരുട്ടിയെടുക്കും. പച്ചരി അത് 3ആയിട്ട് ഭാഗിച്ചതിന് ശേഷം അതിന്റെ ഒരു ഭാഗത്തിന്റെ അത്രയും ചുണ്ണാമ്പ് ചേർക്കും. അപ്പൊ പൊള്ളില്ല. ചുണ്ണാമ്പിന്റെ പശ കൊണ്ടാണ് ഇത് പിടിച്ചിരിക്കുന്നത്. ആ മോന പോലെ വരുന്നതും ആ ചുണ്ണാമ്പിന്റെ ഇതുകൊണ്ടാണ്. ചുണ്ണാമ്പ് കൊണ്ട് പൊള്ളിയ അടക്കയുടെ പങ്ങയടക്ക തേയ്ക്കുക, അല്ലെങ്കിൽ മറ്റേ പങ്ങയടക്കയിട്ട് വെളിച്ചെണ്ണ കാച്ചി അത് തേയ്ക്കുക. അത് മാത്രമേ അതിന് പരിഹാരമുള്ളൂ. ദാരിയിൽ ഉപയോഗിക്കുന്ന എല്ലാ കോസ്റ്റ്യൂംസിനും ഓരോ പേരുകളുണ്ട്. മാലയ്ക്ക് കഴുത്താരം, വള, ഹസ്തകടം, കിരീടം, കുരലാരം, അങ്ങനെ ഓരോ പേരുകളാണ്. പിന്നെ വേതാള അരയിൽ കെട്ടുന്നത്, അത് ദാരികന് കെട്ടുന്നതിന് ഒറ്റനാക്ക് എന്നാണ് പറയുന്നത്. അത് പ്ലാവിന്റെ തടി തന്നെയാണ്. പ്ലാവിന്റെ തടി എന്ന് പറഞ്ഞാൽ 2 കാരണമുണ്ട്. ഒന്ന്, പ്ലാവിന്റെ തടി കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യും. പ്ലാവിന്റെ വേര് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ കാലം ലാസ്റ്റിങ്, പഴക്കത്തില് നിൽക്കും. അത് മറ്റേ പ്ലാവിന്റെ കാതില് പഴക്കത്തിൽ നിൽക്കില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ഈ പ്ലാവിന്റെ തടിയേക്കാൾ ഫിനിഷിങ് കിട്ടുന്ന, പൊട്ടുപണി ചെയ്ത ഫിനിഷിങ് കിട്ടുന്ന വേറെ വൃക്ഷങ്ങളുണ്ട്. പക്ഷെ അതിനേക്കായാലും ഇതൊരു ദേവവൃക്ഷ സങ്കല്പമായതുകൊണ്ടും പഴക്കത്തില് കേടുപാട് സംഭവിക്കാതിരിക്കുന്നതിനും ഏറ്റവും നല്ല പ്ലാവിന്റെ കാതലാണ്. അതുകൊണ്ടാണ് അത് ചുട്ടികുത്തൽ കഴിഞ്ഞാൽ ഉടുത്തുകെട്ട് ആരംഭിക്കുകയായി. അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ്, ഞാൻ പറയാനും ഞാൻ ഗ്രൂപ്പ് ലീഡറൊന്നും അവരുടെ നേരത്തെ ഒരിക്കലും അങ്ങനെ പറയാറില്ല. എനിക്കത് ഇഷ്ടമല്ല. കാരണം ഞാനും അവരുടെ കൂടെ അവരെ പോലെ തന്നെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അവരെക്കാളും കുറച്ച് സീനിയോറിറ്റി എനിക്കുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം, ഒരാളെ എങ്ങനെ കൊണ്ടു നടക്കാമെന്ന് അവരിൽ നിന്ന് പഠിച്ച് അവരെ നമ്മൾ ആ രൂപത്തിൽ അവരോട് കൂടെ നിൽക്കുമ്പോഴാണ് അവരെല്ലാം ചെയ്യാൻ തയ്യാറാവുന്നത്. അവനെ വേറൊരാളായിട്ട് കണ്ടു നിർത്താണ്ട് അവനെ നമ്മളിൽ ഒരാളായിട്ട് കണ്ട് നമ്മുടെ കൂടെ നിർത്താം. അപ്പൊ അവനോട് ഒരു സാധനം പറഞ്ഞാൽ ചെയ്യും. പക്ഷെ ഒരു പണ്ട് കാരണന്മാരുടെ കൂടെ നടക്കുമ്പോൾ ഒരു രീതി അല്ലാതെ അന്ന് നിർബന്ധമായിട്ട് ഒരാളുടെ പറഞ്ഞാൽ അത് ചെയ്യണം. ഇന്നത്തെ കാലഘട്ടന്മാർക്ക് അങ്ങനെ ഒരാളോട് നിർബന്ധമായിട്ട് നീ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവന്റെ അഭിരുചിക്ക് അനുസരിച്ച് നമ്മൾ അവനെ കൊണ്ട് കൂടെ കൂടിയിട്ട് പണിയെടുപ്പിക്കുക. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പഠിച്ചിരിക്കണം എന്നാണ് മുടിയൊക്കെ എന്റെ ഒരു രീതി. കാരണം ഒരാള് വന്നില്ല, അതിനൊക്കെ ഒരു അസൗകര്യം വന്നു, ഒരു പുല വന്നു ഒരാൾ, അങ്ങനെ വന്നാലും ആ ആവശ്യം മുടങ്ങാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മറ്റൊരാളുണ്ടാവും. അപ്പോഴാണ് എല്ലാവരും അങ്ങോട്ടും കൂടി എല്ലാം പഠിച്ചിരിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും അത്യാവശ്യം എല്ലാം ചെയ്യുക. എല്ലാവരും ഒരുപോലെ കേവന്മാരാവില്ല, എങ്കിലും എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കും. പുറകിലായി ഞൊറിഞ്ഞു വെച്ച രീതിയിൽ കാണപ്പെടുന്നതിനെ പൊഴിമാറ്റം എന്നാണ് അതിന് പറയുന്നത്. ഇത് ഇപ്പൊ ഉപയോഗിക്കുന്ന കലാരൂപങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നത് ചാക്യാർകൂത്തിനും മുടിയേറ്റിനും ഗരുഡൻ തൂക്കത്തിനും ഉള്ളു.
ഉടുത്തുകെട്ടിന് ശേഷം കഴുത്താരം, ഹസ്തകടം, കുഴലാരം മുതലായ ആഭരണങ്ങൾ അണിയുകയായി. വിളക്ക് തൊട്ട് തൊഴുത് കിരീടവും വച്ച ചുരികയും കയ്യിലേന്തി അടുത്ത രംഗത്തിനായി ദാരികന്റെ പുറപ്പാടിനായി കാത്തുനിൽക്കുന്നു. ദാരികന്റെ കയ്യിലിരിക്കുന്നതാണ് ചുരിക എന്ന ആയുധമാണ്. ശിവനാരദ സംവാദത്തിനു ശേഷം ദാരികൻ രംഗപ്രവേശം ചെയ്യുന്നു. തുടർന്ന് ചെണ്ട മുതലായ വാദ്യോപകരണങ്ങളെ തൊട്ടുതൊഴുത് ദാരികന്റെ അക്രമാസക്തമായ പുറപ്പാടിലേക്ക് കടക്കുന്നു. ദേവാസുര യുദ്ധത്തിൽ അസുരന്മാർ പരാജയപ്പെട്ടതിൽ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ച രാക്ഷസ സഹോദരിമാരായ ദാരുമതിയും ദാനവതിയും ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു. അതിശക്തന്മാരായ പുത്രന്മാർ ഉണ്ടാകണം എന്ന വരം വാങ്ങി. കാലക്രമേണ ദാരുമതിക്ക് ദാരികൻ എന്നും ദാനവതിക്ക് ദാനവൻ എന്നും പേരോടുകൂടിയ പുത്രന്മാർ ഉണ്ടായി. ദാരികൻ അസുരന്മാരുടെ ചക്രവർത്തിയാവുകയും ദാനവൻ ദൈത്യസേനാനായകനുമായി മാറി. ദാരികൻ എന്ന അസുര ചക്രവർത്തി ബ്രഹ്മാവിന്റെ കടുത്ത ഭക്തനായിരുന്നു. മാതാവായ ദാരുമതിയുടെ ഉപദേശപ്രകാരം പ്രപഞ്ച ചക്രവർത്തിയാകുവാൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത ദാരിക വീരൻ സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ പിറക്കാത്ത ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന വരം വാങ്ങുന്നു. അതും ഒരു തുള്ളി രക്തം പോലും വീഴാതെ. കൂടാതെ 10,000 ആനകളുടെ ശക്തിയും ബ്രഹ്മദണ്ഡും ബ്രഹ്മമന്ത്രവും വരമായി നേടി. യുദ്ധത്തിൽ ഒരു തുള്ളി രക്തം താഴെ വീണാൽ അതിൽ നിന്ന് 1000 ദാരികന്മാർ ജനിക്കും എന്നതായിരുന്നു വരം. ഈ അനുഗ്രഹത്താൽ വളരെ ശക്തനായ ദാരികൻ ഭൂമിയിലും സ്വർഗത്തിലും നാശം വിതയ്ക്കുന്നു. സ്ത്രീകൾ അബലകളും അംഗരാഗങ്ങളിൽ ഭ്രമിക്കുന്നവരുമാണെന്ന് ചിന്തിച്ച ദാരികന് സ്ത്രീകളോട് പുച്ഛമായിരുന്നു. തന്നെ വധിക്കുവാൻ സ്ത്രീകൾക്ക് സാധിക്കില്ലെന്ന് കരുതിയ ദാരികൻ തനിക്ക് അമരത്വം സിദ്ധിച്ചതായി കരുതി. സർവ്വലോകങ്ങളും ദാരികന്റെ ആധിപത്യത്തിൽ വരുന്നു. ദാരികന്റെ ഉപദ്രവത്താൽ ഭൂമിയിൽ സർവരും കഷ്ടപ്പെടുന്നു. ദാരികന്റെ അതിക്രമത്തിൽ സ്വർഗലോകം നഷ്ടപ്പെട്ട ദേവന്മാർ മഹാവിഷ്ണുവിൽ അഭയം തേടുന്നു. എന്നാൽ ദാരികനെ നേരിടാൻ തനിക്ക് കഴിയില്ലെന്ന് മഹാവിഷ്ണു അറിയിച്ചു. ഭഗവാന്റെ ഉപദേശപ്രകാരം എല്ലാവരും കൈലാസത്തിലെത്തി മഹാദേവനെ കണ്ട് സങ്കടം പറയുന്നു. ദാരികന് സ്ത്രീകളോട് പുച്ഛമാണെന്നറിഞ്ഞ പരമശിവൻ അവന്റെ അന്തകിയെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. ശിവന്റെ ഉപദേശപ്രകാരം ത്രിമൂർത്തികളുടെ 3 അംശങ്ങളും സുബ്രഹ്മണ്യൻ, ഇന്ദ്രൻ, വരുണൻ, യമൻ ഇവരുടെ 4 അംശങ്ങളും കൊണ്ട് ദേവശക്തികളായ 6 സ്ത്രീകളെ സപ്തമാതാക്കളിൽ ഉൾപ്പെടുന്ന ഈ 6 പേരെ സൃഷ്ടിച്ച് ദാരിക നിഗ്രഹത്തിനയച്ചു. ബ്രഹ്മാവിൽ നിന്നും ബ്രാഹ്മി, വിഷ്ണുവിൽ നിന്നും വൈഷ്ണവി, മഹാദേവനിൽ നിന്നും മഹേശ്വരി, ഇന്ദ്രനിൽ നിന്നും ഇന്ദ്രാണി, വരാഹ ഭഗവാൻ, യമൻ, വരുണൻ തുടങ്ങിയവരുടെ ശക്തികൾ ചേർന്ന് വാരാഹി, സുബ്രഹ്മണ്യനിൽ നിന്നും കൗമാരി എന്നിവരായിരുന്നു ആ 6 ദേവിമാർ. എന്നാൽ ദാരികനും 6 മാതാക്കളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ദാരികനാണ് വിജയിച്ചത്. ദാരികന്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും അനേകം ദാരികന്മാർ ഉണ്ടായി.
ദാരിയം പുറത്തോട്ട് സമയത്ത് ആൾക്കാർ ആർപ്പ് വിളിക്കണം. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, ദാരിയന്റെ സമയത്ത് എന്തിനാ ആർപ്പ് വിളിക്കണേ? കാലിക്കല്ലേ ആർപ്പ് വിളിക്കണ്ടേ? ദാരിയന്റെ സമയത്ത് ആർപ്പ് വിളിച്ച് ജനം കൂട്ടമായിട്ട് അവിടെ കൂടുമ്പോ ഒരു അസുര ലോകത്തെ ചിത്രീകരിക്കുന്നത്. സിംബോളിക് നാടകങ്ങളില് കഥാപാത്രങ്ങൾ തന്നെ രക്തസൃഷ്ടി നടക്കണം, ഇതിൽ പ്രേക്ഷകരാണ് രക്തസൃഷ്ടിയാണ്. അവിടെ ഒരു അസുര പടയായിട്ട് മാറുകയാണ്. അപ്പൊ ആ ദാരിയൻ ഇങ്ങനെ ആയിരുന്നു എന്ന് ജനത്തിന് മനസ്സിലാവണമെങ്കിൽ ദാരിയന്റെ പുറപ്പാട് ഒരു അക്രമാസക്തമായ പുറപ്പാടിനെ ചിത്രീകരിക്കാം. അതുകൊണ്ടാണ് ആ ദാരിയൻ പുറപ്പാട് കാണുന്നത്. അത് തന്നെയല്ല അവിടെ ഡ്രാമയുടെ ഒരു ഭാഗമാണ്. വില്ലനും നായകനും ഒരേ പ്രാധാന്യം ഉണ്ടെങ്കിൽ ആ ഒരു ഡ്രാമ വിജയിക്കുള്ളൂ, അല്ലെങ്കിൽ പ്രൈം ശരിയാവുള്ളൂ. അപ്പൊ കാളി ഭയങ്കര ഗംഭീരമായിട്ട് വരുന്ന എല്ലാവരും കണ്ടു, ദാരികന് ഇവിടെ ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ അയാൾ ആ ഡ്രാമ വിജയിക്കില്ല. അപ്പൊ അതുകൊണ്ടുകൂടി ആവാം ഇത്. അതിപ്പോ കഥകളിയിലാണെങ്കിൽ ദുര്യോധൻ, ഭീമൻ, അങ്ങനെ ആ രണ്ട് ക്യാരക്ടർ വില്ലനും നായകനും ഒരേ പ്രാധാന്യം വന്നാൽ ഏത് ഡ്രാമയും വിജയിക്കുള്ളൂ. ആ കഥയ്ക്ക് ലോജിക്ക് ഉണ്ടാവും. അതുകൊണ്ടാവാം ദാരിയം പുറപ്പാട് ഇത്രയും കേമമായിട്ട് വന്നത്. ദാരിയന്റെ തപസ് മുതലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ദാരുമതിയും ദാനവതിക്കുന്നായിട്ട് സ്ത്രീകൾക്ക് ജനിക്കുന്ന പുത്രന്മാരാണ്, അതൊക്കെ ഒരു കഥയുടെ ഭാഗമായിട്ട് ഒരുപാട് പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ചകഞ്ഞു മുടിയേറ്റിലേക്ക് കൊണ്ടുവരാറില്ല. അത് അപൂർവം ചോദിക്കുന്ന ആൾക്കാരോട് പറയാറുണ്ട്. അപ്പൊ ഇതാണ് ദാരിയന്റെ പുറപ്പാടൊക്കെ വിശദമായിട്ട് കാണിക്കാൻ കാരണം. ഇതെന്തായിരുന്നു, അല്ലെങ്കിൽ ദാരിയൻ ദുർഭരണം നടത്തുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന രീതി കാണിക്കുന്നതാണ്.
ദാരികന് നേർമാർഗം ഉപദേശിക്കാൻ മഹാദേവൻ നാരദനെ അയക്കുന്നു. എന്നാൽ ശിവദൂതനായ നാരദനെ ദാരികൻ രാജസഭയിൽ വച്ച് വധിക്കാൻ ശ്രമിച്ചു. രക്ഷപ്പെട്ട നാരദൻ ശിവപാദങ്ങളിൽ അഭയം തേടി. താൻ അജയനാണെന്ന് അഹങ്കരിച്ച ദാരികൻ തന്നെ വധിക്കാൻ ആരാലും സാധിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച 4 ദിക്കിലേക്കും യുദ്ധത്തിനായി പോരിന് വിളിക്കുന്നു. അതോടുകൂടി ഈ രംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു.